മേരി ജോണ്, ഷിരാടിയിൽ നിന്ന് വരുന്നു. എനിക്കൊരു 12 കൊല്ലമായിട്ട് സന്ധിവാതം ഉണ്ടായിരുന്നു. ഇത്രയും കാലം ഞാൻ മരുന്ന് മേടിച്ചുകൊണ്ട് തന്നെ ആയിരുന്നത്. ഒരു മാസം എനിക്കൊരു 7,000-8,000 രൂപ മരുന്നിന് വേണമായിരുന്നു. ഞാൻ ഈ ധ്യാനത്തിന് ഒരുങ്ങി വന്നതല്ല, ഞാൻ വരാനിരുന്നോളുമല്ല. എനിക്ക് എൻ്റെ നാത്തൂൻ പറഞ്ഞു, ചേച്ചി ഞാൻ നാളെ ധ്യാനത്തിന് പോകുമെന്നപ്പം ഞാൻ പറഞ്ഞു, ദുഷ്ടത്തെ നീ എനിക്കും കൂടെ ടിക്കറ്റ് ബുക്ക് ചെയ്തില്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഉള്ളതും ചേച്ചി വാ ചേച്ചി, നമുക്ക് എങ്ങനെയെങ്കിലും അവിടെ കിട്ടിക്കോളും പോരെന്ന്. അങ്ങനെ ഞാൻ ഈ ധ്യാനത്തിന് വന്നത്. അച്ഛൻ പറഞ്ഞവരെ പിതാവായ ദൈവം ഈ ധ്യാനത്തിന് ഞാൻ കൂടണം എന്നുള്ള ആഗ്രഹത്തോടെ എന്നെ ഇങ്ങോട്ട് വരുത്തി. ഞാൻ കുറേ കാലമായിട്ട് ഇവിടെ ധ്യാനത്തിന് വരണമെന്നുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് സൗകര്യം ഒത്തില്ലായിരുന്നു. എനിക്ക് ഈ കൈ ഇത്രേ പൊങ്ങുള്ളായിരുന്നു, ഇത് ഇപ്പം ഇത്രയും പൊങ്ങും. എനിക്ക് സാരിക്ക് പിന്നു കുത്താൻ പറ്റിയല്ല. ഞാൻ എവിടെയെങ്കിലും ഞാൻ സൺഡേ പള്ളിയിൽ പോകുമ്പോൾ മാത്രം സാരി കൊടുക്കും. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എനിക്ക് പിന്നു കുത്തി തരുന്നത്. പിന്നു കുത്താതെ സാരി ഇട്ട് ഈ കൈ കൊണ്ട് ഇങ്ങനെ എടുത്തിടാൻ പറ്റിയല്ലാത്ത കാരണം എൻ്റെ ഹസ്ബൻഡായിരുന്നു എനിക്ക് പിന്നു കുത്തിക്കൊണ്ടിരുന്നത്. ഇവിടെ 3 ദിവസം ഞാൻ തന്നെ പിന്നു കുത്തി എൻ്റെ സാരിയിൽ. അതൊരു സാക്ഷ്യം. എൻ്റെ രണ്ടാമത് ഇന്ന് ഞാൻ കൗൺസിലിങ്ങിന് പോയപ്പോൾ എനിക്ക് നല്ല നടക്കലതാന്ന് ഇറങ്ങാൻ. അപ്പോൾ ഞാനൊന്ന് ദൈവമേ, ഞാൻ ഈ നടക്കലിൽ ഇറങ്ങുമോ? ഞാൻ എൻ്റെ വീട്ടിലെ സ്റ്റെപ്പ് പോലും ഞാൻ കയറിയല്ല. വീട്ടിലെ ചെറിയ സ്റ്റെപ്പ് പോലും കയറാനും ഇറങ്ങാനും എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഞാൻ ഇറങ്ങി കയറിപ്പോൾ ഞാൻ എളുപ്പത്തിൽ കയറിപ്പോന്നു. എനിക്ക് ഒരു അത് വലിയ നടക്കല്ല, പിന്നെ അതത്ര എനിക്ക് സേഫായിട്ടൊന്നും തോന്നിയില്ല. പക്ഷെ ഞാനത് നന്നായിട്ട് കയറിപ്പോന്നു. മൂന്നാമത്തത് ബ്രദർ എന്നോട് പറഞ്ഞു, ഒരു വയറുവേദന ഉണ്ടോ എന്ന് ചോദിച്ചു. ഒരാഴ്ചയായിട്ട് എനിക്കൊരു വയറുവേദനയായിരുന്നു. ഞാനതിനെപ്പറ്റി ഇവിടെ ധ്യാനത്തിന് വന്നപ്പോൾ പിന്നെ അത്ര ശ്രദ്ധിച്ചൊന്നുമില്ല. പക്ഷെ ബ്രദർ പറഞ്ഞു ആ വയറുവേദന പോയിന്ന്. ഈ സൈഡിലൊരു വേദനയായിരുന്നു, അതും പോയി. പിന്നെ എനിക്ക് ഒരു പയർവർഗ്ഗം തിന്നാൻ പറ്റില്ല. എല്ലാ പയർവർഗ്ഗം ഏത് പയർവർഗ്ഗം തിന്നിട്ടും എൻ്റെ കൈയെല്ലാം നീര് വയ്ക്കും, കൈയും കാലും എല്ലാം നീര് വെച്ച് വേദന എടുക്കും. ഇന്നലെ ഞാൻ രാവിലെ ബട്ടാണി തിന്നു, ഉച്ചയ്ക്ക് ബട്ടാണി തിന്നു. അതേപോലെ എനിക്ക് വെണ്ടയ്ക്ക തിന്നാലും ചില പല പച്ചക്കറികൾ തിന്നാലാവില്ല. രാത്രി വെണ്ടയ്ക്കായും തിന്നു. അപ്പോൾ ഇന്ന് രാവിലെ ഞാനിപ്പോൾ എനിക്ക് ഒരു ശകലം പോലും കാലിന് വേദനയില്ല. ഇല്ലെങ്കിൽ എൻ്റെ കാലിന് മുട്ടെടുത്ത് താഴെ വെക്കാൻ പറ്റും. ആരെങ്കിലും ഒരാളെ സപ്പോർട്ട് ചെയ്യണം. ഇത്രയും ദൈവം എനിക്ക് അനുഗ്രഹം തന്നു. എനിക്ക് ഇവിടുത്തെ ധ്യാനം ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഒത്തിരി അനുഭവം ഉണ്ടായി. കൗൺസിലിംഗ് ആണെങ്കിലും എല്ലായിടത്തും ദിവ്യകാരുണ്യ ആശീർവാദത്തിൽ പോയെടുത്തു. അച്ഛൻ്റെ ആശീർവാദം എല്ലാം ഇവിടെ വന്ന എല്ലാവർക്കും, നിങ്ങളെല്ലാവരും ഞങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കും. ഒരു സന്തോഷകാര്യം, ഞങ്ങൾ ഷീരാടി വന്ന 2 പേർക്ക് ഞങ്ങൾക്ക് സൗഖ്യം കിട്ടിയിട്ടുണ്ട്. ഇയാൾ ഷീരാടിയിൽ നിന്ന് വന്ന ഞങ്ങൾക്ക് 2 പേർക്ക് സൗഖ്യം കിട്ടിയിട്ടുണ്ട്.